ഈ സിനിമ ഒരു റിയൽ സ്റ്റോറിയാണ്. ഒരുവിധം ആളുകളെല്ലാം ഈ സിനിമ കണ്ടു കാണും. എന്നാൽ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒരു വട്ടെങ്കിലും കാണേണ്ട ഒരു ചിത്രം തന്നെയാണ്. പോലീസുകാരുടെ ക്രൂരമർദ്ദനവും മൂന്നാമറയും ഈ സിനിമയിൽ പച്ചയ്ക്ക് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ റിലീസായപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. കഥയുടെ പ്ലോട്ട് ഇങ്ങനെയാണ്. ആന്ധ്രയിലാണ് സംഭവം നടക്കുന്നത്. ആന്ധ്രയിലെ ഒരു പ്രമുഖന്റെ വീട്ടിൽ ഒരു വലിയ മോഷണം നടക്കുകയാണ്. ഒരുപാട് ആഭരണങ്ങളും ക്യാഷും എല്ലാം നഷ്ടപ്പെട്ടു. പോലീസ് കേസെടുത്തിട്ടും പ്രതികളെ കണ്ടെത്താനാവുന്നില്ല. അങ്ങനെ പോലീസുകാർ എന്തു ചെയ്യുന്നു? തമിഴ്നാട്ടിൽ നിന്നും ജോലിക്ക് വന്ന കുറച്ച് ചെറുപ്പക്കാരെ പിടിച്ച് ജയിലിൽ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയാണ്. പോലീസുകാർ അവരോട് കാണിക്കുന്ന മൂന്നാമുറയും ക്രൂരതയും കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്ന് ഇടറിപ്പോകും. അതുപോലെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമയിൽ എല്ലാം എടുത്തു വച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് കോടതിയിൽ അവരെ ഹാജരാക്കുന്നത്. അപ്പോഴാണ് ഈ കഥയിലെ ട്വിസ്റ്റ്. അതിലെ ഒരാൾ പറയുന്നു, ഞങ്ങളെ ഉപദ്രവിച്ചും മർദ്ദിച്ചും മൂന്നാമറ നടത്തിക്കൊണ്ടാണ് കുറ്റസമ്മതം നടത്തിച്ചത്. ഞങ്ങൾ ആ മോഷണം നടത്തിയവരല്ല, ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് ജോലിക്ക് വന്ന ആളുകളാണെന്ന്. അവർ തമിഴിൽ പറഞ്ഞതൊന്നും ജഡ്ജിക്ക് മനസ്സിലായില്ല. അങ്ങനെ ജഡ്ജി പറയുകയാണ്, തമിഴ് തെലുങ്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ. അന്ന് തന്നെയാണ് അവിടെ വേറൊരു കേസിന്റെ ആവശ്യത്തിന് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്ര കോടതിയിലേക്ക് വന്ന ഈ പോലീസ് ഓഫീസർ. അങ്ങനെ അയാൾ വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ജഡ്ജിയോട് തെലുങ്കിൽ പറയുന്നു. അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്, ഇത് അവരെ അടിച്ചേൽപ്പിച്ച ഒരു കുറ്റമാണെന്ന്. അങ്ങനെ ആ കേസ് അവിടെ തള്ളിപ്പോകുകയും ആ കേസിന് കൂട്ടുനിന്ന ആ SIയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുകയാണ്. അതെല്ലാം കഴിഞ്ഞ് അവർ ആ കോടതിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ആന്ധ്രയിൽ നിന്നും അവർ വീണ്ടും തമിഴ്നാട്ടിലേക്ക്, അവിടെ നിന്ന് രക്ഷപ്പെട്ട സന്തോഷത്തിൽ അവർ പോവുകയാണ്. പക്ഷേ അതും കഴിഞ്ഞ് അവർക്ക് കിട്ടിയത് അതിനേക്കാൾ വലിയ പണിയാണ്. ശരിക്കും അവർ ഒരു കെണിയിൽ പെട്ടുപോവുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവർ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് അടുത്ത പണിയും കിട്ടുന്നത്. വെട്രിമാരൻ എന്ന ഡയറക്ടറുടെ ഒരു ഐക്കോണിക് മൂവി തന്നെയാണ് വിസാരണ. സിനിമയുടെ ലിങ്ക് നമ്മുടെ ബയോയിലുണ്ട്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം പറയുക. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. സിനിമയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.